ഹായ് ഹലോ. നമ്മൾ നെല്ലിയാമ്പതി ജംഗ്ഷനിലൊരു ഓറഞ്ച് തോട്ടമുണ്ട്. നമ്മൾ ജംഗ്ഷനിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ഓറഞ്ച് ഫാം ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിനുള്ളിൽ വലിയ കാര്യമൊന്നുമില്ലയെന്ന്. പക്ഷെ അതങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം നമുക്ക് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. കറങ്ങാനുള്ള ഓർഗാനിക്കായിട്ടുള്ള ചെടിയും കാര്യങ്ങളും കാണാനായിട്ട് അത്രയുണ്ട്. മാത്രമല്ല നമ്മളെ നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ. സീസൺ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഓറഞ്ചും വെജിറ്റബിൾസൊക്കെ മേടിക്കാനും കിട്ടും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനും അവിടെ അവർ അതിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്കാണെങ്കിലും കളിക്കാനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഈ ചുട്ടുപൊള്ളുന്ന ഒരു ചൂടിലൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ലൊരു നമുക്ക് കാമാൻ ക്വയറ്റായിട്ടുള്ള, അധികം തിരക്കില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ആദ്യം നമ്മൾ പോയത് ഈ സീറ്റൊക്കെ ഉള്ള ഒരു സംഭവത്തിലേക്കാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരുന്ന് കുറച്ച് പിള്ളേരൊക്കെ ഊഞ്ഞാലാടി. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു കേട്ടോ. ഈ പോകുന്നിടത്തെല്ലാം അവർ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിൽ നല്ല ഫ്ലവേഴ്സും അതുപോലെ തന്നെ നല്ല പുല്ലുകളും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു സംഭവങ്ങളാണ്. പണ്ടത്തെ രീതിയിലുള്ള ഈ ഏറുമാടങ്ങൾ, അതുപോലെ ഈ ചിരട്ടയൊക്കെ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ശില്പങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല കുറേ ചെടികൾ, അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും പറിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഞാനൊരു ഫാഷൻ ഫ്രൂട്ട് പറിക്കാൻ നോക്കി, പക്ഷെ പഴുത്തിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ആ ശ്രമം അവിടെ അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ നേരെ നടന്നത് നമ്മൾ താമര കുളത്തിലോട്ടാണ് കേട്ടോ. ഈ കുളത്തിൽ ഫുള്ളും താമരയാണ്. താമര മാത്രമല്ല, വെള്ളം അഴുക്കാണ്, നല്ല പായലും പൂപ്പലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ താമരയുണ്ട്. പറിക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ഓറഞ്ച് ഫാമിലേക്ക് മാത്രമായിട്ട് പോയതാണ് കേട്ടോ. അവിടെ മാത്രം സ്പെൻഡ് ചെയ്തു, പുറത്ത് എങ്ങോട്ടും കറങ്ങില്ല കേട്ടോ നെല്ലിയാമ്പതിയിൽ പോയിട്ട്. ഈ താമരക്കുളത്തിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ചെടികളും പൂക്കളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഫാമാണ്. ഓറഞ്ച്, കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഫാമാണ് കേട്ടോ. അതൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും ഒരു തൂക്കുപാലം കണ്ടു കേട്ടോ. ഒരു കുഞ്ഞു തൂക്കുപാലമാണ്. പിള്ളേർ കുറച്ച് നേരം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പിന്നെ എവിടെ പോയാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആളിങ്ങനെ പരതി നടക്കും കേട്ടോ. ആൾക്ക് എന്തെങ്കിലും പിച്ചാനും മാന്താനും ഉണ്ടോ എന്നൊക്കെ പിള്ളേരുടെ പിന്നാലെ അവളിങ്ങനെ കുറച്ച് നേരം നടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ഈ താമരക്കുളത്തിലോട്ട് ഒന്ന് ഇറങ്ങി ഒരു താമര പറിക്കാനൊക്കെ ശ്രമിച്ചു ഗൈസ്. പക്ഷെ അത് പാളിപ്പോയി. അടുത്തൊന്നും നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന അടുത്തൊന്നും താമരയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആഴം അറിയാത്തതുകൊണ്ട് അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും പറിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ അവിടെ ആയിട്ട് കുറച്ച് ഏറുമാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മുകളിലോട്ട് കയറാനൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട്. എനിക്കൊക്കെ പേടിയായിരുന്നു ഗൈസ്, ഞാൻ കയറിയില്ല. പിള്ളേർ അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറി ഇറങ്ങി. ഞാൻ പകുതി വരെ കയറി, പക്ഷെ പകുതി എത്തിയപ്പോൾ ഒരു പേടി. താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു പേടി. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുക 1800 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ പ്രൈസ്. അതിന് 3 ബെഡ്റൂമും ടിവിയും കാര്യങ്ങൾ, ഒരു കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ GST ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് അവർ 1800 എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ലാഭമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് താമസിക്കാനും പറ്റും കേട്ടോ.